പ്രേം നസീറിന്റെ 36-ാം ചരമദിനം ആചരിച്ചു. ചിറയൻകീഴിൽ ശാർക്കര ജംഗ്ഷനിൽ കൂടിയ അനുസ്മരണ ചടങ്ങിൽ പ്രേം നസീർ അനുസ്മരണ കമ്മിറ്റി ചെയർമാൻ ആർ സുഭാഷ് പ്രേം നസീറിന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രേം നസീറിന്റെ സിനിമാ ജീവിതവും സമൂഹത്തോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന മതേതരത്വ സ്വഭാവത്തെക്കുറിച്ചും സുഭാഷ് ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രതിപാദിച്ചു. ശാർക്കര വാർഡ് മെമ്പർ മോനി ശാർക്കര, വിജയദാസ്, മണികണ്ഠൻ, അനുസ്മരണ കമ്മിറ്റി കൺവീനർ അനിലാൽ, മനോജ് ഇടമന, വ്യാസൻ, പുതുക്കരി പ്രസന്നൻ, പുതുക്കരി സുരേഷ്, ദിനേശ്, രാധാകൃഷ്ണൻ, സന്തോഷ് കുമാർ, സുനി എന്നിവർ സന്നിഹിതരായിരുന്നു. പൗരാവലി വളരെ വിപുലമായ അനുസ്മരണ സമ്മേളനം, അതുപോലെ തന്നെ അവാർഡ് വിതരണവും ശാർക്കര മൈതാനിൽ വെച്ച് നടത്തി വരികയാണ്. എന്നാൽ കഴിഞ്ഞ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ലോകമാകെ അടച്ചുപൂട്ടപ്പെട്ട 2 വർഷങ്ങൾ, ആ വർഷങ്ങളിൽ നമുക്ക് ഈ പരിപാടി സംഘടിപ്പിക്കുവാൻ നിയമപരമായി തന്നെ കഴിയാത്ത സാഹചര്യമുണ്ടായി. അതിനുശേഷം തുടർന്ന് പ്രേം നസീറിൻ്റെ സ്മാരക നിർമ്മാണം ആരംഭിക്കുകയും സ്മാരക നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിൽ അതിനോടനുബന്ധിച്ച് പരിപാടി സംഘടിപ്പിക്കാമെന്നുള്ള നിലയിൽ നമ്മൾ കാത്തിരുന്നുവെങ്കിലും കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ നമുക്ക് ഈ പരിപാടി നടത്താൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ നമ്മുടെ നാട്ടുകാരും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരുമെല്ലാം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഈ വർഷം നമുക്ക് വിപുലമായ നിലയിൽ തന്നെ അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കണം എന്ന് ഒത്തൊരുമിച്ച് കൂടിയാലോചിച്ച് തീരുമാനിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിപുലമായ, നേരത്തെ നമ്മൾ നടത്തിയിരുന്നത് പോലെ തന്നെ വിപുലമായ പരിപാടികളായി ഇവിടെ നടത്തുവാൻ നമ്മൾ തീരുമാനിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയും ചെയ്യുകയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ 18-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട ഒരു ജൂറി കമ്മിറ്റി നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. ആ ജൂറി കമ്മിറ്റിയുടെ യോഗം കഴിഞ്ഞ് 18-ാം തീയതി തന്നെ പത്രസമ്മേളനവും, ഈ 18-ാം തീയതി തന്നെ പത്രസമ്മേളനവും വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ വെച്ച് അവാർഡ് പ്രഖ്യാപിക്കുകയും അതുപോലെ തന്നെ ഈ പരിപാടിയുടെ വിശദാംശങ്ങൾ അവിടെ നമുക്ക് മാധ്യമങ്ങളോടും നമ്മുടെ ജനങ്ങളിലും അറിയിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. ഇന്ന് ഈ അനുസ്മരണ ദിനത്തിൽ മഹാനായ പ്രേം നസീറിനെ കുറിച്ച് ഒരുപാട് പേർക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുണ്ട്. അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, ആരാധിക്കുന്ന നിരവധി പ്രേം നസീർ പ്രേമികളുണ്ട്. അതുപോലെ ഈ നാട്ടിലെ സാംസ്കാരിക രംഗത്ത് ഒരിക്കലും നമുക്ക് മറ്റൊരു വ്യക്തിയിലും കാണാത്ത നൈപുണ്യം ശ്രീ പ്രേം നസീറിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, എല്ലാ സാമൂഹ്യ സംഘടനകളും അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ രംഗത്തെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ചും വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, അതുപോലെ അദ്ദേഹം പഠിച്ച് വളർന്ന ശാർക്കര ക്ഷേത്രപ്പറമ്പുമായി ബന്ധപ്പെട്ട് ശാർക്കര ക്ഷേത്രത്തിൽ ആനയെ നടക്കിയിരുത്തിയതുൾപ്പെടെ അദ്ദേഹം എപ്പോഴും എല്ലാ കാലത്തും ഒരു മനുഷ്യസ്നേഹിയായിരുന്നു. ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഉത്തമമായ മാതൃകയായിരുന്നു. ആ നിലയിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടാത്ത ഒരാൾ പോലും കേരളത്തിൽ ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. അതിനുപക്ഷെ അദ്ദേഹം ഇന്നത്തെ നമ്മുടെ ആയുർദൈർഘ്യം കണക്കാക്കുമ്പോൾ 90, 92, 94 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പമുള്ള പല സിനിമാ രംഗത്തെ അതികായകരും ഇന്ന്
അദ്ദേഹത്തെക്കുറിച്ച് സ്മരിക്കുന്നു. അവരെല്ലാം തന്നെ ഒരുവിധം ആരോഗ്യത്തോടു കൂടിയിരിക്കുന്നു. അദ്ദേഹത്തിന് അപ്രതീക്ഷിതമായിട്ടുണ്ടായ രോഗം മൂലം, അസുഖം മൂലം പെട്ടെന്ന് മരിക്കുകയാണ് ഉണ്ടായത്. അതല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കലവറയില്ലാത്ത സ്നേഹം, അതിലൂടെ ഈ നാടിന് നിരവധിയായ സംഭാവനകൾ സാമൂഹ്യ രംഗത്തും സാംസ്കാരിക രംഗത്തും അതുപോലെ തന്നെ മറ്റ് മേഖലകളിലുമെല്ലാം ലഭിക്കുമായിരുന്നു എന്നുള്ളത് കൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ 36ാം ചരമ ദിന ആചരണത്തിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മഹാനായ നമ്മുടെ നാടിൻ്റെ പ്രിയപുത്രൻ, ഏറ്റവും വലിയ മനുഷ്യസ്നേഹി, അദ്ദേഹത്തിൻ്റെ ഏർപ്പാടിലുള്ള അനുശോചനം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോട് അറിയിച്ചുകൊണ്ട് അനുസ്മരണ കമ്മിറ്റിക്ക് വേണ്ടി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.